നിത്യക്കുട്ടി, ആകാശ് വിളിച്ചു. അവൾ മൂളി. നമ്മുടെ ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായം ഉണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ഓരോ സംഭവങ്ങൾ. എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ആരുമില്ല. എനിക്കുമുണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓർക്കാൻ ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ. ആദിയേട്ടനുണ്ട്, പാറു ചേച്ചിക്കുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോ അനുഭവങ്ങളുണ്ടാവും. നല്ല ഒരു വശം മാത്രമേ നമ്മൾ പുറത്തു കാണിക്കൂ. അല്ലെങ്കിൽ പുറത്തറിയിക്കൂ. എൻ്റെ നിത്യക്കുട്ടിയുടെ കറുത്ത വശം ഇനി ഓർക്കരുത്. നമുക്കത് മറക്കാം. ഇനി നീ എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, അച്ഛന്മാരെക്കുറിച്ച്, അമ്മമാരെക്കുറിച്ച്, നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച്. ഓക്കെ, ആകാശ് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ ചമ്മലോടെ മൂളി. പിന്നെയാണ് അവൾക്ക് അവൻ പറഞ്ഞത് ഓർമ്മ വന്നത്. അക്കുവേട്ടൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അവൾ ചോദിച്ചു. അതൊക്കെ പറയാം. ഇപ്പോൾ സൂരജാച്ചനെയും ലക്ഷ്മിയമ്മയെയും കുറിച്ച് ചിന്തിക്ക്. നീ കരഞ്ഞു പോന്നതിനാൽ അവരവിടെ വിഷമിച്ചിരിക്കുകയാവും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് അവരെ ഒന്ന് വിളിക്ക്. എന്നിട്ട് നീ ഹാപ്പിയാണെന്ന് അവരെ അറിയിക്ക്, ആകാശ് പറഞ്ഞു. നിത്യ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. സൂരജിനും ലക്ഷ്മിക്കും സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ ആകാശ് അവളെ സമാധാനിപ്പിക്കുമെന്ന്, ലക്ഷ്മി പറഞ്ഞു. സൂരജ് സമാധാനത്തോടെ മൂളി. അവൾക്ക് നല്ലൊരു പാതിയെയാ കിട്ടിയത്, നമ്മൾക്ക് നല്ലൊരു മരുമോനെയും. വൈകുന്നേരം നിത്യയുടെ മൈൻഡ് ശരിയായതിനു ശേഷം അവൾ ആകാശിൻ്റെ പിന്നാലെയാണ്. പറ അക്കുവേട്ടാ, പറയുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓർക്കാൻ ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ. എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ട, നിത്യ മുഖം വീർപ്പിച്ചു. അത് പിന്നെ എങ്ങനെയാ ഞാനത് നിന്നോട് പറയാ? ആകാശ് നെറ്റി തിരുമ്മി. പെണ്ണ് കേസാണോ? ഏതെങ്കിലും പെണ്ണിനെ കയറി പിടിച്ചോ? അതാണോ പറയാൻ പറ്റാത്തത്? നിത്യ കുസൃതിയോടെ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ആകാശ് ഒരു നിമിഷം കണ്ണടച്ചു. പിന്നെ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സംഭവം പെണ്ണുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. എൻ്റെ കല്യാണം 2 കൊല്ലം മുമ്പ് ഉറപ്പിച്ചിരുന്നു. അമ്മാവൻ്റെ മോളുമായി നിശ്ചയവും കഴിഞ്ഞു. കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ് പെണ്ണൊളിച്ചോടി. അത്രയേ ഉള്ളൂ, ആകാശ് പറഞ്ഞു. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, തുടക്കം മുതൽ എല്ലാം വിസ്തരിച്ച് പറ മോനെ. നിത്യ കട്ടിലിൽ അവൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു. ആകാശ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ഈ വീട് അന്ന് വെറും ഒരു 4 കെട്ട് മാത്രമായിരുന്നു. മുകളിലേക്കൊന്നും എടുത്തിട്ടില്ല. എനിക്കന്ന് 28 വയസ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് ജോലിയൊന്നുമില്ല. നമ്മുടെ പാടത്ത് കൃഷിയുമായി നടക്കുകയായിരുന്നു ഞാൻ. ആദ്യം അന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയം. അമ്മയുടെ നിർബന്ധത്തിൽ എൻ്റെ അമ്മാവൻ്റെ മോള് രശ്മിയുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചു. കാശും പണിയുമില്ലാത്ത എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് എഴുതി വെച്ച് അവളുടെ സീനിയറായി പഠിച്ച ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അതും ഞങ്ങളുടെ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ്. അതിനുശേഷം അമ്മാവൻ്റെ വീടുമായി അച്ഛനും അമ്മയ്ക്കും ഒരു ബന്ധവുമില്ല. എന്നെ അങ്ങോട്ട് പോകാനും സമ്മതിക്കാറില്ല. ആദ്യമേ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമില്ല. അമ്മയുടെ നിർബന്ധത്തിലാണ് സമ്മതിച്ചത്. അവൾ ഓടിപ്പോയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഞാൻ അതിലും ഹാപ്പി. എനിക്ക് എൻ്റെ സുന്ദരി കുട്ടിയെ കിട്ടിയില്ലേ, ആകാശ് അവളെ ഒന്ന് ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ജോലി എപ്പോൾ കിട്ടി? അത് കല്യാണം മുടങ്ങിയപ്പോൾ അമ്മ ആദിയെ വിളിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ആദി എന്നെയും അവൻ്റെ ഒപ്പം കൂട്ടി. ഞങ്ങൾ 2 പേരും കൂടിയാണ് ആദിത്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേപ്പർ വർക്കുകൾ ഒക്കെ ശരിയാക്കിയത്. ആദ്യത്തെ ഓഫീസ് ഇവിടെ ടൗണിൽ തന്നെയാണ്. ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഈ കമ്പനി വളർത്തിയത്. ഇപ്പോൾ 4-5 ബ്രാഞ്ചുണ്ട്. അന്ന് ഈ വീട് വെറും ഓട് മാത്രമായിരുന്നു. പിന്നെ ഒരു ഭാഗം പൊളിച്ചു ഇങ്ങനെ ആക്കിയെടുത്തു. നമ്മുടെ ഈ റൂമൊക്കെ അപ്പോൾ എടുത്തതാ, ആകാശ് പറഞ്ഞു നിർത്തി. അപ്പോൾ അക്കുവേട്ടൻ ഇനി ഓഫീസിൽ പോകണ്ടേ? അവൾ ചോദിച്ചു. പിന്നെ മറ്റന്നാൾ മുതൽ ഇവിടെയുള്ള ബ്രാഞ്ചിൽ പോകണം. ഞാൻ ഒറ്റയ്ക്കല്ല, നീയും ഉണ്ടാവും എൻ്റെ കൂടെ. നിനക്ക് അവിടെ ഇരുന്ന് പഠിക്കണമെങ്കിലാവാം, അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ കാണാം, പരിചയപ്പെടാം. കിടന്നുറങ്ങണമെങ്കിൽ അതിനും അവിടെ സൗകര്യമുണ്ട്, അവൻ പറഞ്ഞു. ഓക്കെ, ഞാനും വരാം. ഇല്ലെങ്കിൽ എനിക്കിവിടെ ബോറടിക്കും, അവൾ ആകാശിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ,
അവനും സമ്മതിച്ചു. പിന്നെ ലക്ഷ്മി അമ്മ ഏൽപ്പിച്ച അവളുടെ പുസ്തകങ്ങളെല്ലാം ബാഗിൽ നിന്നെടുത്ത് ചെറിയ മേശയിൽ ഒതുക്കി വെച്ചു. അതു കണ്ട് നിത്യ റൂമിൽ നിന്ന് പതുക്കെ പുറത്തു കടന്നു. എല്ലാം ഒതുക്കി വെച്ച് തിരിഞ്ഞ ആകാശ് റൂമിൽ നിത്യയെ കാണാഞ്ഞ് ചുറ്റും നോക്കി. ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി നോക്കിയെങ്കിലും അവിടെ നിന്ന് സൗണ്ടൊന്നും കേട്ടില്ല. അവൻ ഡോർ തുറന്നു നോക്കി. അവിടെയൊന്നും അവളില്ല. പിന്നെ താഴേക്ക് ഇറങ്ങി. അവൾ കിച്ചണിലുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ മോഡേൺ കിച്ചണായിരുന്നു അത്. അവിടെ മാലതി ചപ്പാത്തി പരത്തുകയായിരുന്നു. വിശ്വൻ അത് കല്ലിൽ ചുട്ടെടുക്കുന്നുമുണ്ട്. നിത്യ കൗണ്ടർ ടോപ്പിൽ കയറിയിരുന്ന് ക്യാരറ്റ് ചെറുതായി അരിയുന്നുണ്ട്. അതിനിടയിൽ വലിയ സീരിയസായ വർത്തമാനവും. അവളുടെ സംസാരം കേട്ട് മാലതി ചിരിയോട് ചിരി. വിശ്വൻ ചിരി കടിച്ചു പിടിക്കുന്നുണ്ട്. അവൾ പറയുന്നത് കോളേജിലെ വിശേഷങ്ങളാണ്. അതും ഇമ്പോസിഷൻ കിട്ടിയ കാര്യം. പഠിക്കാതെ പോയതുകൊണ്ട് സാറ് പൊക്കിയതും, ഇമ്പോസിഷൻ കിട്ടിയതും, അത് എഴുതാതെ പോയതുകൊണ്ട് സാറ് പിടിച്ചതും, 50 പ്രാവശ്യമുള്ളത് 500 പ്രാവശ്യമാക്കി കിട്ടിയതും, അവസാനം അത് ഉറക്കമൊഴിഞ്ഞു എഴുതി തീർത്തതും, പിറ്റേന്ന് ക്ലാസ്സിൽ ഡെസ്കിൽ കിടന്നു കൂർക്കം വലിച്ചുറങ്ങിയതും, സാറ് പൊക്കിയതും, ക്ലാസ്സിന് പുറത്ത് നിർത്തിയതും, ഉറക്കം കൊണ്ട് അവസാനം പുറത്ത് ചുമരിൽ ചാരി നിന്നുറങ്ങിയതും, കുട്ടികൾ അത് ഫോണിൽ വീഡിയോ പിടിച്ച് ക്ലാസ് ഗ്രൂപ്പിലും കോളേജ് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തതും, അങ്ങനെ പറഞ്ഞു പറഞ്ഞു നോക്കിയത് ആകാശിൻ്റെ മുഖത്തേക്ക്. അവൻ ഒച്ച പുറത്ത് വരാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ച് ചിരിക്കുകയായിരുന്നു. അത് കണ്ടതും നിത്യ മുഖം വീർപ്പിച്ചു. എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇമ്പോസിഷൻ. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മുഖം കണ്ട് ആ നിമിഷം തന്നെ അവൻ കളം മാറ്റി ചവിട്ടി. ഞാൻ ചിരിച്ചത് അതിനൊന്നുമല്ല. നീ ഇതെന്താ മുറിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ സ്റ്റൂവിന് മുറിക്കേണ്ടത്? അവൻ ചോദിച്ചു. അല്ലേ? അവൾ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ആലോചിച്ചു നോക്കി. സ്റ്റൂവിൽ ഇങ്ങനെയാണോ ക്യാരറ്റ് ഇടാറ്? ആകാശ് അവളുടെ തലയ്ക്കൊന്നു കൊട്ടി. വീട്ടിൽ എനിക്കും അച്ഛനും ചപ്പാത്തിക്ക് ചിക്കൻ നിർബന്ധ. പിന്നെ എനിക്ക് സ്റ്റൂ ഇഷ്ടമല്ല. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കാറില്ല. പിന്നെ ഹോസ്റ്റലിൽ വെച്ച് കഴിച്ചതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാറില്ല. എല്ലാം വെന്ത് കലങ്ങി കിടക്കും, അവൾ പറഞ്ഞു. അപ്പോൾ ഹോസ്റ്റലിൽ വെച്ച് നീ സ്റ്റൂ കഴിക്കാറുണ്ടോ? അവിടെ എന്തായാലും കഴിക്കും. അധികവും അത് തന്നെയേ ഉണ്ടാവുക. അങ്ങനെയാ മടുത്തുപോയത്, അവൾ പറഞ്ഞു. ഓക്കെ. അവൻ തല കുലുക്കി കൊണ്ട് ക്യാരറ്റ് മുറിക്കേണ്ട വിധം കാണിച്ചു കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ മുറിച്ചോളാം, പറഞ്ഞുകൊണ്ട് അവൾ കത്തി വാങ്ങി. ആകാശ് മറ്റൊരു കത്തിയെടുത്തു. പിന്നെ 2 പേരും കൂടിയാണ് ബാക്കി ഉള്ളിയും കിഴങ്ങും ഇഞ്ചിയും പച്ചമുളകും എല്ലാം മുറിച്ചത്. എടാക്കൂ, കറിവേപ്പില പറിച്ചതൊക്കെ തീർന്നു, കുറച്ചെടുത്തോണ്ട് വന്നേ, മാലതി പറഞ്ഞു. അവൻ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. കൂടെ തുള്ളിക്കളിച്ചുകൊണ്ട് നിത്യയും. മാലതി വിശ്വനെ നോക്കി. ആദ്യത്തെ ആ പിശാച് പോയത് നന്നായി അല്ലേ? നമുക്ക് നല്ലൊരു കൊച്ചിനെ കിട്ടി. പിശാച്ചോ? അത് നിൻ്റെ ആങ്ങളയുടെ മോളാ, അത് ഓർമ്മ വേണം, വിശ്വൻ പറഞ്ഞു. മാലതി അത് പുച്ഛിച്ച് തള്ളി. ആകാശ് കറിവേപ്പില പറിക്കാൻ തുടങ്ങിയപ്പോൾ നിത്യ തടഞ്ഞു. അക്കുവേട്ടാ, ഞാൻ പറിച്ചോളാം, അവൻ മാറിക്കൊടുത്തു. അവൾക്ക് എത്തുന്നില്ല. അത്യാവശ്യം ഉയരം ഉണ്ടായിരുന്നു അതിന്. അവസാനം ആകാശ് ഒരു കൊമ്പ് താഴ്ത്തി കൊടുത്തു. നിത്യ സുഖമായി കറിവേപ്പില തണ്ടോടെ പൊട്ടിച്ചെടുത്തു. പിന്നെ ആകാശിനൊപ്പം കിച്ചണിലേക്ക് കയറി. മാലതി അത് വാങ്ങി കുറച്ചു എടുത്തു കഴുകി വെച്ചു. മോള് പോയി മേൽ കഴുകി പോര്, അപ്പോഴേക്കും അമ്മ ഫുഡ് എടുത്തു വയ്ക്കാം. ഓക്കെ. അവൾ മുകളിലേക്ക് ഓടിക്കയറി. ഇവൾക്ക് നടക്കാൻ അറിയില്ലേ, ചിന്തിച്ചുകൊണ്ട് ആകാശം കൂടെ പോയി. അവൻ വാർഡ്രോബിൽ അവളുടെ ഡ്രസ്സ് വെച്ച ഭാഗം കാണിച്ചു കൊടുത്തു. ആകാശ് പിന്നെയും കിച്ചണിലേക്ക് പോയി അമ്മയെ സഹായിക്കാൻ. നിത്യ ഒരു ടോപ്പും ലെഗിനും ഇന്നേഴ്സും വലിച്ചെടുത്തു. തോർത്തും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. വിസ്തരിച്ച് ഒന്ന് കുളിച്ചു. ഡ്രസ്സ് മാറ്റി ഇറങ്ങി. അപ്പോഴേക്കും പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ആകാശ് റൂമിലെത്തിയിരുന്നു. നിത്യയുടെ മുടിയിൽ നിന്ന് വെള്ളം ഇറ്റ് വീഴുന്നത് കണ്ട് ആകാശ് തോർത്തു എടുത്ത് അവളുടെ മുടി തോർത്തി കൊടുത്തു. അവൾ അവനെ ചുറ്റിപ്പിടിച്ച് നിന്നു കൊടുത്തു. ഇത് എന്നും എനിക്കൊരു പണിയാവുമെന്ന് തോന്നുന്നല്ലോ, അവൻ തമാശയോടെ പറഞ്ഞു. ഞാൻ എത്ര തോർത്തിയാലും വെള്ളം പോവൂല. അവിടെ അമ്മയാ തോർത്തി തരുന്നേ, അല്ലെങ്കിൽ അച്ഛൻ. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എന്നും ജലദോഷാ, അവൾ പറഞ്ഞു. ആ, അത് നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു. ഒറ്റ മോളല്ലേന്ന് കരുതി കൊഞ്ചിച്ചത് കുറച്ച് കൂടിപ്പോയെന്ന്, അവൻ തമാശയോടെ പറഞ്ഞു. നിത്യം മുഖം വീർപ്പിച്ചുകൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റി. തോർത്തും തട്ടി പറിച്ച് താഴേക്കോടി.
അമ്മേ, എൻ്റെ മുടിയൊന്ന് തോർത്തി തരുമോ? ഞാൻ തോർത്തിയാൽ വെള്ളം പോവില്ല. മാലതി തോർത്ത് വാങ്ങിക്കൊണ്ട് അവളുടെ മുടി തോർത്തി കൊടുത്തു. ആകാശ് നെറ്റിയിൽ കൈവച്ച് പോയി. ഇവളോട് ഓരോ വാക്കും പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന് അവൻ അന്നേരം മനസ്സിലായി. വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. ആകാശ് തൻ്റെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. വേഗം തന്നെ കുളിച്ചിറങ്ങി താഴേക്ക് പോയി. അപ്പോഴേക്കും മാലതി ഉച്ചയ്ക്ക് ബാക്കിയുള്ള ചിക്കൻ കറി ചൂടാക്കി വച്ചിരുന്നു. വിശ്വനും പോയി മേൽ കഴുകി വന്നു. നിത്യയും മാലതിയും എല്ലാം എടുത്തു ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. കുടിക്കാൻ ഇളം ചൂടുവെള്ളം നിറച്ച ജഗ്ഗും ഗ്ലാസുകളും പ്ലേറ്റും എടുത്തു വെച്ചു. അക്കു, മാലതി വിളിച്ചു. ഇതാ വരുന്നമ്മേ പറഞ്ഞുകൊണ്ട് ആകാശ് സ്റ്റെപ്പ് ഓടിയിറങ്ങി വന്നു. നിത്യ അവൻ്റെ ഭാഗത്തേക്കേ നോക്കിയില്ല. മാലതിയോടും വിശ്വനോടും സംസാരിച്ചു. മാലതി ചപ്പാത്തി എല്ലാവർക്കും വിളമ്പി. പിന്നെ നിത്യയ്ക്ക് ചൂടാക്കി വെച്ച ചിക്കൻ വിളമ്പി കൊടുത്തു. അതുകണ്ട് ആകാശും ചിക്കൻ തന്നെ എടുത്തു. മാലതിയും വിശ്വനും തങ്ങൾക്ക് സ്റ്റൂ ആണ് വിളമ്പിയത്. നിത്യ വിശ്വനോട് സംസാരിച്ചുകൊണ്ട് കഴിക്കാൻ ആരംഭിച്ചു. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ അവൾക്ക് മതിയായി. അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ആകാശ് പിടിച്ചു വച്ചു. ബാക്കിയുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി അവൾക്ക് വായിൽ വെച്ചു കൊടുത്തു. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അതെല്ലാം കഴിച്ചു തീർത്തു. എല്ലാവരും കഴിച്ചതിനു ശേഷം നിത്യ എല്ലാവരുടെയും പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് നടന്നു. എല്ലാം ഒരുവിധം കഴുകി വെച്ചു. വൃത്തിയായില്ലെങ്കിലും അവൾ ശ്രമിച്ചല്ലോ, അതുതന്നെ വലിയ കാര്യം. മോളിനി പോയി കിടന്നു, ബാക്കിയെല്ലാം അമ്മ ചെയ്തോളാം, മാലതി പറഞ്ഞു. അവൾ തിരിഞ്ഞതും മാലതി ഒരു ഗ്ലാസ് പാലെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഇത് കൂടി കൊണ്ടുപോ, ആകാശിന് കൊടുത്തേക്ക്. അവൾ മൂളിക്കൊണ്ട് ഗ്ലാസ് വാങ്ങി മുകളിലേക്ക് നടന്നു. ആകാശ് റൂമിലായിരുന്നു. പാലുമായി വരുന്ന നിത്യയെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. ഇത്ര വേഗം പിണക്കം മാറിയോ? നിത്യ ഗ്ലാസ് അവൻ്റെ നേരെ നീട്ടി. അമ്മ തന്നതാ. അവൻ അത് വാങ്ങി അവളുടെ ചുണ്ടോടടുപ്പിച്ചു. നിത്യ മുഖം വെട്ടിച്ചു. എന്നാൽ എനിക്കും വേണ്ട. അവൻ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. നിത്യ ഗ്ലാസ് എടുത്ത് കുറച്ച് കുടിച്ചു. അവന് നൽകി. അവൻ ഗ്ലാസ് കയ്യിൽ വാങ്ങാതെ അത് മുഴുവൻ കുടിച്ചു തീർത്തു. പിന്നെ അവളെ പൊക്കിയെടുത്ത് ഒന്ന് വട്ടം ചുറ്റി. പിന്നെ അവളെയും കൊണ്ട് പതുപതുത്ത ബെഡിലേക്ക് വീണു. അവൾ ചിരിച്ചുപോയി. പിണക്കം അറിയോ? അവൻ ചോദിച്ചു. അവൾ മൂളി. പിന്നെ അവൻ്റെ കൈത്തണ്ടയിൽ കടിച്ചു. വേദന ഉണ്ടെങ്കിലും അവൻ സഹിച്ചു നിന്നു. ഇനി മുതൽ എന്നെ സങ്കടപ്പെടുത്തിയാൽ ഇതായിരിക്കും ശിക്ഷ, അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തലകുലുക്കി. അപ്പോൾ എന്നെ വേദനിപ്പിച്ചാൽ ഞാനെന്ത് ശിക്ഷ തരണം? അവൻ കീഴ്ചുണ്ട് കടിച്ചുകൊണ്ട് പുരികം പൊക്കി ചോദിച്ചു. പണി പാളിയോ? അവൾ പകച്ചു അവനെ നോക്കി. പറ, ഞാൻ എന്ത് ശിക്ഷ തരണം? അവൻ വീണ്ടും ചോദിച്ചു. ഒന്നും വേണ്ട. അവൾ ചുമൽ കൂച്ചി കൊണ്ട് അവൻ്റെ ദേഹത്ത് നിന്ന് പിടഞ്ഞെണീക്കാൻ നോക്കി. അവൻ അവളെ മുറുക്കെ പിടിച്ചു വച്ചു.